മലയാളം മതിയാവോളം പരിശീലന പദ്ധതിയിലേക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പരിശീലനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മലയാള നോവലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ക്ലാസ്സായിട്ടല്ല, ഒരു സീരീസ് 25 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അടങ്ങുന്ന ഒരു സീരീസ് ഇത് തരാമെന്ന് വിചാരിക്കുന്നു. അതായത് മുൻപുള്ള പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളവയും സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, പിന്നെ ചോദ്യപേപ്പറുകളിൽ നിന്നും അല്ലാതെയുമൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങൾ അത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 100-120 ചോദ്യങ്ങൾ ഒരു 5 സീരീസായിട്ട് എല്ലാം കൂടെ ഒരുമിച്ചല്ല, കുറേശ്ശെ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഒരു മാതൃകാ ചോദ്യമാണ്. സാധാരണ നമ്മുടെ നേരിട്ടുള്ള കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് ചോദ്യപേപ്പർ ആയിട്ട് കൊടുക്കുന്ന പിന്നെ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നവയാണ് ആ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ അത് നേരിട്ട് തന്നെ ചോദ്യവും ഉത്തരവുമായിട്ട് തന്നെ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു പരീക്ഷ നടത്തുവാനുള്ള സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നോവൽ രചിച്ച് അത് ആസ്വദിച്ച് പഠിച്ച് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നോവലിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായി, അല്ലേ? അതിലൊന്നാണ് നോവൽ സാഹിത്യം. നോവൽ സാഹിത്യം എന്ന പേരിലൊരു ഗ്രന്ഥം എഴുതിയത് M.B. പോളാണ്. M.B. പോൾ നോവൽ സാഹിത്യം എന്ന ഗ്രന്ഥം എഴുതിയത് M.B. പോളാണ്. കേട്ടിട്ടില്ലാത്തവരുണ്ടാവില്ല, ഉണ്ടെങ്കിൽ മാത്രം നോട്ട് ചെയ്താൽ മതിയാണ്. അതുപോലെ നോവൽ സാഹിത്യം M.B. പോളിന് എഴുതാമെങ്കിൽ നോവൽ സാഹിത്യ പഠനങ്ങൾ എഴുതിക്കൂടെ? അപ്പോൾ മറ്റൊരാൾ നോവൽ സാഹിത്യ പഠനങ്ങൾ ഡോക്ടർ D. ബെഞ്ചമിനാണ് എഴുതിയത്. അദ്ദേഹം വലിയ എഴുത്തുകാരനൊക്കെയാണ്, അധ്യാപകനാണ്. കേരള സർവകലാശാലയുടെ മലയാള വിഭാഗം അധ്യക്ഷനൊക്കെ ആയിരുന്നു. ഞാൻ റിസർച്ചിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സാറായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ ഡോക്ടറൽ കമ്മിറ്റിയിൽ അദ്ദേഹം അധ്യക്ഷനായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആണ് നോവൽ സാഹിത്യ പഠനങ്ങൾ എഴുതിയെന്നാണ് ഓർക്കുന്നത്. അതുപോലെ തന്നെ ഓരോരോ കാലഘട്ടത്തിലും നോവലുകളുടെ രചനാതലങ്ങളിലും ആസ്വാദന തലത്തിലുമൊക്കെ മാറ്റങ്ങളുണ്ടാവും. കാലഘട്ടത്തിനനുസരിച്ച് സാഹിത്യരൂപങ്ങളുടെ പിന്നെ വിഷയവും ഇതിവൃത്തവും രചനാശൈലിയും ഒക്കെ മാറുമല്ലോ. അപ്പോൾ നോവൽ പ്രശ്നങ്ങളും പഠനങ്ങളും എന്ന പേരിലൊരു രചന ഉണ്ടായി പിൽക്കാലത്ത്. ഈ നോവലുകളെ ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു നിരൂപകനാണ് എഴുതിയത്. നോവൽ പ്രശ്നങ്ങളും പഠനങ്ങളും, M. അച്യുതൻ. നോവൽ പ്രശ്നങ്ങളും പഠനങ്ങളും. അപ്പോൾ നേരത്തെ പറഞ്ഞു നോവൽ സാഹിത്യം M.B. പോൾ, നോവൽ സാഹിത്യ പഠനങ്ങൾ ഡോക്ടർ D. ബെഞ്ചമിൻ, നോവൽ പ്രശ്നങ്ങളും പഠനങ്ങളും M. അച്യുതൻ. ഈ നോവൽ എന്ന് തുടങ്ങുന്നതിനോടൊപ്പം ചില പദങ്ങൾ ചേർന്ന് വരികയാണ്. ഓക്കെ, അതുപോലെ അടുത്തതായിട്ട് നോവൽ സ്വരൂപം. നോവലിന് സ്വരൂപം ഉണ്ടല്ലോ. അപ്പോൾ ആ രൂപഘടനയെക്കുറിച്ചുള്ള ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവലും ലക്ഷണമൊത്തതല്ലാത്ത മലയാള നോവലും അതിനു മുമ്പുള്ള പ്രാഗ് രൂപങ്ങളുമൊക്കെ നമ്മൾ ആദ്യം പഠിച്ചത്. ആ നോവൽ സ്വരൂപം എന്ന പേരിലൊരു പഠനഗ്രന്ഥം പിൽക്കാലത്ത് K. സുരേന്ദ്രൻ രചിച്ചിട്ടുണ്ട്. K. സുരേന്ദ്രൻ്റെ നോവൽ സ്വരൂപം ഓർക്കുക. അതുപോലെ നോവൽ പ്രസ്ഥാനങ്ങൾ എന്ന പേരിലൊരു രചനയുണ്ടായി. കേസരി ബാലകൃഷ്ണപിള്ളയുടെയാണ് നോവൽ പ്രസ്ഥാനങ്ങൾ. നോവൽ സിദ്ധിയും സാധനയും. നോവൽ പ്രസ്ഥാനങ്ങൾ കേസരി ബാലകൃഷ്ണപിള്ളയാണെങ്കിൽ
നോവൽ സിദ്ധിയും സാധനയും PK ബാലകൃഷ്ണൻ. നോവൽ സിദ്ധിയും സാധനയും PK ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ നോവൽ പഠനങ്ങൾ A. ബാലകൃഷ്ണപിള്ളയുടേതാണ് നോവൽ പഠനങ്ങൾ. മലയാള നോവൽ സാഹിത്യ ചരിത്രം ഡയറക്റ്റായിട്ട് ആ പേര് വരുന്നതായിരുന്നു. മലയാള നോവൽ സാഹിത്യ ചരിത്രം എഴുതിയ ഡോക്ടർ KM തരകൻ. വേറെ ഡൗട്ടൊന്നുമില്ല അവിടെ. മലയാള നോവൽ 19-ാം നൂറ്റാണ്ടിൽ ജോർജ് ഇരുമ്പയമാണ്. മലയാള നോവലിൻ്റെ അടിവേരുകൾ എന്ന കൃതിയും അദ്ദേഹം തന്നെയാണ് എഴുതിയത്. ജോർജ് ഇരുമ്പയം 19-ാം നൂറ്റാണ്ടിന് മുമ്പ് 19-ാം നൂറ്റാണ്ട് വരെ എന്നൊക്കെയുള്ള കൃതികളുണ്ട്. അതൊക്കെ സാഹിത്യ അക്കാദമി പബ്ലിക്കേഷനാണ്. ഇന്നിപ്പോൾ ലഭ്യമാണോ എന്നറിയില്ല. മലയാള നോവൽ 19-ാം നൂറ്റാണ്ടിൽ ജോർജ് ഇരുമ്പയം. ആധുനിക നോവൽ ദർശനം അത് ഡോക്ടർ KM തരകൻ തന്നെയാണ്. നഗ്നയാമിനികൾ എന്നുള്ളത് പേര് കേൾക്കുമ്പോൾ നോവലാണെന്ന് തോന്നുന്നു. അത് നോവൽ പഠനമാണ്. ഡോക്ടർ V. രാജകൃഷ്ണൻ്റെയാണ്. മാറുന്ന മലയാള നോവൽ KP അപ്പൻ്റെ രചനയാണ്. അതുപോലെ തന്നെ വാക്കിൻ്റെ മൂന്നാം കര എന്ന പേരിൽ PK രാജകൃഷ്ണൻ്റെ ഒരു രചനയാണ്. വാക്കിൻ്റെ മൂന്നാം കര PK രാജകൃഷ്ണൻ്റെ രചനയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നോവൽ പഠനങ്ങൾ. നോവൽ പഠനങ്ങളുടെ മേഖലയിൽ തന്നെ ഒരു വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. PK രാജശേഖരൻ്റെ വാക്കിൻ്റെ മൂന്നാം കര കൂടാതെ ഏകാന്ത നഗരങ്ങൾ എന്ന പേരിൽ നോവലിനെക്കുറിച്ച് PK രാജശേഖരൻ തന്നെ ഒരു പഠനം കൂടെ എഴുതിയിട്ടുണ്ട്. നോവലിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ എന്ന പേരിലൊരു രചന P. കേശവദേവ് വളരെ പണ്ടേ തന്നെ എഴുതിയിട്ടുണ്ട്. നോവലിസ്റ്റിൻ്റെ കാഴ്ചപ്പാട്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ മലയാളം എന്ന പേരിൽ A. V. രാമകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. മലയാള നോവൽ 2000-ന് ശേഷം ഡോക്ടർ കെ ശിവദാസാണ് മലയാള നോവൽ 2000-ന് ശേഷം എന്ന കൃതി എഴുതി എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പലരുടെയും രചനകൾ ചേർത്ത് വെച്ചതാണ് അത്. നോവൽ വായനകൾ പുതുമയും പഴമയും എന്ന പേരിൽ ഡോക്ടർ N. സുഷമ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ പുസ്തകമുണ്ട്. ഇട്ടിക്കോരയുടെ പദയാത്രകൾ ഡോക്ടർ M. ശ്രീധരൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. അതുപോലെ തന്നെ ഷാജി ജേക്കബ് നോവൽ ചരിത്രത്തിൻ്റെ പാഠഭേദം എന്ന കൃതി കൂടാതെ വേറെയും പല രചനകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റാപുരം സുകുമാരൻ നോവൽ സംഗ്രഹങ്ങൾ, അത് ഒരു നല്ലൊരു കൃതിയാണ്. നോവൽ സംഗ്രഹങ്ങൾ ടാറ്റാപുരം സുകുമാരൻ്റെയാണ്. അതുപോലെ തന്നെ ചരിത്ര നോവൽ മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഒരു രചന ഉണ്ടായിട്ടുണ്ട്. ആരാച്ചാർ പഠനങ്ങൾ എഴുതിയിട്ടുള്ളത് C. അശോകാണ്. ആരാച്ചാർ പഠനങ്ങൾ. ചരിത്ര നോവൽ മലയാളത്തിൽ എഴുതിയതാരെന്ന് പറഞ്ഞു? കൽപ്പറ്റ ബാലകൃഷ്ണനാണ്. ഓക്കെ. നോവലിസ്റ്റിൻ്റെ ശില്പശാല TN ജയചന്ദ്രനാണ് എഴുതിയിട്ടുള്ളത്. നോവൽ CV മുതൽ ബഷീർ വരെ എന്ന് പറഞ്ഞത് ജോർജ് ഇരുമ്പയം. നോവൽ CV മുതൽ ബഷീർ വരെ ജോർജ് ഇരുമ്പയത്തിൻ്റെ രചനയാണ്. ഓക്കെ. തകഴി കാലഭൂപടങ്ങൾ തയ്യാറാക്കിയത് ഷാജി ജേക്കബാണ്. മലയാള നോവൽ 2000-ന് ശേഷം ഡോക്ടർ KK ശിവദാസാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞു തോന്നുന്നു അല്ലേ? ഓക്കെ. ആധുനിക നോവൽ ദർശനം KM തരകൻ്റെയാണ്. മലയാള നോവൽ 19-ാം നൂറ്റാണ്ടിൽ ജോർജ് ഇരുമ്പയത്തിൻ്റെയാണ്. മലയാള നോവൽ നമ്മുടെയും അവരുടെയും GN പണിക്കരുടെയാണ്. നോവലിൻ്റെ വിധാനങ്ങൾ എന്നുള്ള കൃതി S. രാജശേഖരൻ്റേതാണ്. അതുപോലെ തന്നെ KP ശരത്ചന്ദ്രൻ്റെ ഒരു രചനയുണ്ട്, നോവൽ മലയാളത്തിൽ എന്ന പേരിൽ K. അശോകൻ ഒരു ചെറിയ കൃതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിരവധി പഠന ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവശേഷിക്കുന്ന പഠന ഗ്രന്ഥങ്ങളിൽ ചിലത് പിന്നീട് കൂട്ടിച്ചേർക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.